വളക്ക്. അങ്ങനെ വെച്ചാൽ അങ്ങോട്ട് പോവും. നമ്മളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിലേ പിന്നെ ആര് സ്നേഹിക്കാനാ? അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇനി എന്താ ഒരു ഗ്ലാസ് കാപ്പി ആയിട്ട് നമ്മുടെ തട്ടയിൽ. അപ്പം എന്താ കിച്ചു നമ്മുടെ വള്ളത്തിൽ കിച്ചു ഇതാ തുഴഞ്ഞു പോവുകയാണേ. കിച്ചു വള്ളത്തിന് റിവേഴ്സ് ഇല്ല. ആദ്യമായിട്ടാണ്. കിച്ചു തിരിച്ചു നിനക്ക് വരാൻ പറ്റില്ല. നീ എന്നാ ചെയ്യും? ഇവനെ വല്ല റിവേഴ്സ് ഒന്നും വരികയില്ല. അപ്പോൾ അവൻ എന്താ വള്ളത്തിൽ എടുക്കും. അപ്പം നമുക്കിന്ന് വൈകിട്ട് നമ്മുടെ ആറ്റുവേല കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വൈകിട്ട് വള്ളത്തെ പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. ഉണ്ടാകുമെന്ന് അറിയത്തില്ല, നോക്കാം. പക്ഷെ ഇവിടുന്ന് കുറേ ദൂരം തുഴഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം വെളുപ്പിനെ 1 മണിക്കാണ് ആറ്റുവേലക്കടവിൽ നിന്ന് നമ്മുടെ ആറ്റുവേല അഴിച്ചു വിടണതേ. ആ സമയത്ത് തുഴയാനായിട്ട് എനിക്ക് വള്ളം തുഴയാൻ അറിയത്തില്ല. ഇനി പഠിക്കണം. നമുക്കിവിടെ വള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങനെ വള്ളമൊന്നും തുഴഞ്ഞിട്ടില്ല. ഒന്നാമത് എനിക്കില്ലേ കുറച്ച് നീന്തൽ അറിയത്തുള്ളേ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ തന്നെ എനിക്ക് വള്ളത്തെ കയറുമ്പോഴേക്കും വള്ളം ഇങ്ങനെ അകന്ന് പോകുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. സ്ത്രീ എല്ലാവരും കൂടെ വലിച്ചു പറിച്ചാൽ എന്നെ വള്ളത്തെ കയറ്റണേ. അപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഞാൻ വെള്ളത്തിൽ പോയാൽ രക്ഷപ്പെടുമോ അങ്ങനെയൊക്കെ എനിക്കൊരു പേടിയാണ്. കുറച്ചൊക്കെ നീന്തൽ അറിയാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ശ്രീയാണ് എന്നെ നീന്തലൊക്കെ പഠിപ്പിച്ചത്. അപ്പം പക്ഷേ എനിക്ക് അത്രക്കൊരു കോൺഫിഡൻസ് ഇല്ല. വെള്ളത്തിൽ പോയാൽ ഞാൻ ജീവൻ രക്ഷപ്പെടുമായിരിക്കും, പക്ഷേ എനിക്ക് പേടിയാണ്. അതും കൊണ്ട് നമ്മുടെ കിച്ചു പോണുണ്ടോ? കിച്ചു ഹായ്. നിന്നെ കാണാൻ വയ്യല്ലോ. ആ ഇല്ലിക്കാടിൻ്റെ അപ്പുറേ ഉണ്ട് നമ്മുടെ കിച്ചു. അതുകൊണ്ട് അവൻ തന്നെ വള്ളത്തെ പോയി കേട്ടോ. ഇതിനോട് പുറകോട്ട് പോണേ. വള്ളത്തിന് റിവേഴ്സ് ഇല്ലെന്ന് പറഞ്ഞപ്പം ഉണ്ട്. എടാ നീ പുറകോട്ട് പോയാൽ അവിടുന്ന് വള്ളം വന്നാൽ നീ എങ്ങനെ കാണും? ഫ്രണ്ടോട്ട് വാടാ. ഞാൻ പോവുക. ഇതുണ്ടോ കിച്ചു? അയ്യോ കിച്ചു ഇങ്ങോട്ട് വാടാ. വളക്കാൻ അറിയത്തില്ല. അതുങ്ങൾക്കൊക്കെ നീന്തൽ അറിയാം കേട്ടോ പുഴയിലൊക്കെ. പക്ഷെ കിച്ചു ഇവിടെ വാടാ. ഇവൻ വരാണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ ദൈവമേ, എനിക്കിനി ദോശ ഉണ്ടാക്കണ്ടയാ. ഇതിനെ പുഴയിട്ടിട്ട് ഞാൻ എങ്ങനെ പോവാനാ? ഒരു കാര്യമില്ല, എനിക്ക് നീന്താൻ മേല. കിച്ചാമണി ഇവിടെ വാ. നീ വളച്ചേ. അയ്യോ അവനെ കാണാനില്ല. ആ പൊട്ട് പോലെ കാണാൻ നമ്മുടെ കിച്ചു. വളക്ക് അങ്ങനെ വെച്ചാൽ അങ്ങോട്ട് പോവും. ഞാൻ പോവുകയാണേ. ഞാൻ പോവും. നിനക്ക് ദോശ ഉണ്ടാക്കണം. ദൈവമേ, ഇന്ന് എനിക്ക് പോവണ്ടീതാ. കിച്ചു രാവിലെ ഞാൻ എന്നെ സ്നേഹിക്കാൻ വന്നിട്ട് ഇപ്പം ഇത് വല്ലാത്ത ജാതി പണിയാണല്ലോ എനിക്ക് കിട്ടിയത്. ഇന്നിപ്പോൾ കിയ എന്നെ നന്നായിട്ട് സ്നേഹിക്കണ ലക്ഷണമാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് കിയ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെന്നില്ലെങ്കിൽ ഇന്ന് കിയ എന്നെ സ്നേഹിക്കും. കിച്ചു ഇതെന്താ ഇവിടെ ഇരിക്കും സ്റ്റാൻഡേ. നമ്മുടെ കിച്ചു വരണുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? വരുന്നു. മാലകമേലെ നീളുന്നൊരു നെത്തിരി പോലെ കാണാമത്തോണി പതുക്കെ ആലോ ചുന്നകളെ നേരത്തെ സന്ധ്യമയങ്ങും. കിച്ചാമണി അങ്ങോട്ട് പോയെങ്കിലേ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ട് ഒഴുക്ക, നീ അങ്ങ് പോകും.
ഒറ്റക്കറിയാം. ഓ അടിപൊളി. എങ്ങനെയുണ്ട് വെള്ളം? പഠിച്ച് കണ്ടോ, കിച്ചാമണി നല്ല എക്സ്പോർട്ട് ഡ്രൈവറായി. വരണമുണ്ടോ? ഏത് ചേട്ടൻ? അവിടെ ചേട്ടനുണ്ടോ? അടിപൊളി. നിനക്ക് ഇത്രക്ക് വെള്ളം തൊഴാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. നിനക്കറിയാന്ന്? ഞാൻ വന്നില്ല. അന്ന വന്നോണ്ട് തോന്നുന്നു. അന്ന വന്നില്ല. അന്നക്ക് നീന്താൻ അറിയില്ല കുട്ടി. ജീവിച്ച് കൊതി തീർന്നില്ലടാ. വെള്ളം സാഹസികമായി കിച്ചുക്കുട്ടം കൊണ്ട് നമ്മുടെ കടവിൽ അങ്ങനെ അടുപ്പിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. കിച്ചാമണിക്ക് നമ്മളൊരു പൊന്നാട ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഡേ എന്താ കിച്ചാമണിയല്ല, കിച്ചുക്കുട്ടൻ പോരെ. കിച്ചുക്കുട്ടൻ കിച്ചുക്കുട്ടൻ കി ജയ്. ഡേ ഇതാണ് കേട്ടോ നമ്മുടെ പുത്തൻ വെള്ളം. എടാ അച്ഛൻ വന്നടാ. അല്ല അപ്പം ഇനി ഞാൻ പോവാണ് കേട്ടോ. ഞാൻ പോയില്ലെങ്കിൽ കീ എന്നെ ഇല്ലേ ശരിയാക്കും. എടാ ഇടിക്കും കിച്ചു. പുത്തൻ വെള്ള. അങ്ങനെ കിച്ചു വന്ന് ഞാൻ എന്താ വീട്ടിൽ വന്ന് കീയപ്പം ഞാൻ ദോശക്ക് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചേർത്തുവാണേ. ഏറ്റവും ഇഷ്ടമില്ലാത്ത ജോലിയാണ് കേട്ടോ തേങ്ങ ചേരണ്ടൽ. എപ്പോൾ തേങ്ങ ചേരണ്ടാലും കൈ മുറിയും. വയ്യ. രാവിലത്തെ കലാപരിപാടി എല്ലാം കഴിഞ്ഞിതാ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി അരക്കാൻ പോവാണ് ദോശക്ക്. പിന്നെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കിളിമീനാണ് കേട്ടോ. എല്ലായിടത്തും ഇതിനെ പുയാപ്പിളക്കോര പിന്നെ വേറെ എന്താണ്ടൊക്കെ പേര് പറയും. നമ്മുടെ ഇവിടെ ഇത് കിളിമീനാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ കിളിമീനെല്ലാം വാങ്ങി ഇനി അതൊന്ന് മുറിച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. മീനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ എന്താ ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ദോശ മാത്രമേ ഉണ്ടാക്കണുള്ളൂ. നമ്മളെപ്പോഴും കഴിക്കാൻ നേരത്താണ് ഉണ്ടാക്കി ചൂടോടെ എല്ലാവർക്കും കൊടുക്കാറുള്ളത് കേട്ടോ. ഇപ്പം എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. കാരണം എനിക്ക് മാത്രമാണ് ഇന്ന് പോവേണ്ടതുള്ളത്. അത് കാരണം ഞാനിപ്പോൾ അതാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടാക്കണതോടൊപ്പം തന്നെ ഞാൻ കഴുകാനുള്ള പാത്രം എല്ലാ സമയം കൊണ്ട് കഴുകി വെക്കും കേട്ടോ. പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ചിടും. അതാകുമ്പോൾ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ സമയം കണ്ടെത്തേണ്ട കാര്യമില്ല. ഞാൻ എന്താ മീൻ വെട്ടാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പം മീൻ മുറിക്കാനിരുന്നാലും തലക്ക് അവകാശവും പറഞ്ഞിട്ട് നമ്മുടെ സുന്ദരിപ്പൂച്ച വന്നിരിക്കാറുള്ളതാണ്. നാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് കിളിമീൻ കറിയും ചേന മെഴുക്ക് വരട്ടാന്നാണ് കേട്ടോ വിചാരിച്ചു. എൻ്റെ കൂടെ നടന്ന് എനിക്ക് പണി കിട്ടിയത് കൊണ്ട് തന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് കറിയെല്ലാം വെക്കണത് കീയാണ്. ഞാൻ മീൻ വെട്ടി കൊടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ. ഓക്കെ, സീ യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ.